എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പെട്ടെന്ന് വീട്ടിൽ വന്നു. അപ്പോൾ ചോദിച്ചത് ക്യാരറ്റ് ഹൽവ. എമ്മി. ആ എമ്മിയോട് കൂടെ നമ്മൾ കലാപരിപാടികൾ തുടങ്ങുകയും ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യത്തെ പരിപാടി ഒരു കൂടലിന് പോയി പാട്ട് പാടുന്നത് എൻ്റെ കുടുംബത്തിലുള്ളൊരു കലാകാരനാണ്. ഞങ്ങൾ കലാകാരന്മാരുടെ കുടുംബമാണ്. അത് പിന്നെ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇന്നലെ നമ്മൾ വന്നില്ലേ, ആ കൂടലിൻ്റെ എക്സാക്റ്റ് കൂടൽ നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഒരുപാട് ഫുഡുള്ളതുകൊണ്ട് എവിടുന്നാ ഫുഡ് എടുക്കുക, എന്താ ഫുഡ് എടുക്കുക എന്നൊരു തിരുപാട് ഞങ്ങൾക്കില്ലായിരുന്നു. ഫസ്റ്റ് എനിക്ക് സീറ്റ് കിട്ടി, ഞാനിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി എത്തിയപ്പോഴാണ് ഐസ്ക്രീം ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഐസ്ക്രീമിൻ്റെ കൂടെ ക്യാരറ്റ് ഹൽവയും കിട്ടി. ആ വെള്ള തട്ടമിട്ടിരിക്കുന്ന പൊട്ടൻ ക്യാരറ്റ് ഹൽവയാണ് അത് ഇത് തിരിച്ചറിയാണ്ട് ചോക്ലേറ്റിൻ്റെ എന്തോന്ന് വിചാരിച്ചു ഐസ്ക്രീമിൻ്റെ മുകളിലിട്ട് കഴിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ക്യാരറ്റിൻ്റെ ഒരു ചോയ. ഇത്രയും വിവരമുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത്. ഈ നനഞ്ഞ കോഴിക്ക് കരണ്ടടിച്ച പോലെ ഇരിക്കുന്നവൻ എൻ്റെ കോളേജിലെ ഉറ്റ സുഹൃത്ത്. അങ്ങനെ അവനോട് രണ്ട് കഥയൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കിയപ്പോഴാണ് എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗൂഗിൾ വായനാണെന്ന്. സെൽഫി എടുക്കാൻ പറ്റാത്തതിന് നഷ്ടം ഞാൻ അറിയിക്കുന്നു.